കേരളത്തിലെ പല മുഖ്യമന്ത്രിമാരിലും ഏറ്റവും ജനകീയനായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ എടുത്തു കാണിക്കപ്പെടുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. അപ്പോൾ ഈ ജനകീയനായാണ് എന്ന് പറയുന്നത് ആ ഒരു പുള്ളിയുടെ ജനങ്ങളിലേക്ക് നേരിട്ട് ഇടപഴകുന്നു. അതായത് പരാതികൾ സ്വീകരിക്കാൻ നേരിട്ട് പോകുന്നു. പിന്നെ പെരുമാറ്റം, ജനങ്ങളോടുള്ള പെരുമാറ്റം, പിന്നെ ഏത് സ്ഥലത്തും എത്തുക, അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ പുള്ളി ഒരു ജനകീയനാണെന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഭരണകാര്യത്തിലാണെങ്കിലും ഏത് സംഭവങ്ങളാണെങ്കിലും ജനങ്ങളുടെ താല്പര്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുള്ളി പലതും നടപ്പിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനകീയനാന്ന് പറയുന്നു. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ ശൈലി, അതായത് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയുടെ ശൈലി പിന്തുടർന്നു വരുന്ന ഇപ്പോഴത്തെ യുവ നേതാക്കൾ അത് സ്വീകരിച്ചു വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. കാരണം പല വീഡിയോയിലും കാണുന്നു, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടു. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചൊരു അഭിപ്രായം? അല്ല, ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള മുഖ്യമന്ത്രിയായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം നമുക്കറിയാം, അത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ പോലും സാധാരണക്കാരായ ജനങ്ങൾ അല്ലെങ്കിൽ പാർട്ടിക്കാർ പോലും കരുതിയിട്ടുണ്ടായിരുന്നില്ല ഉമ്മൻചാണ്ടിക്ക് ഇത്രയും ജനപിന്തുണയുണ്ട് എന്ന്. ഉമ്മൻചാണ്ടി മരിച്ച് അന്ന് ഒഴുകിയെത്തിയ ജനങ്ങളാണ് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ ആരായിരുന്നു എന്ന് കേരളത്തിന് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ അതുവരെ ആ ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നില്ലല്ലേ? അതിനുശേഷമാണ് ഒരു ഇല്ല, ഉമ്മൻചാണ്ടി പല ഇന്റർവ്യൂകളിലും പറയാറുണ്ടായിരുന്നു, ആൾക്കൂട്ടമില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എപ്പോഴും ആളുകൾ ഒപ്പം വേണം, ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിൽ ഒന്നിലധികം പേർ എപ്പോഴും ഉണ്ടാകും എന്നൊക്കെ പറയാറുണ്ട്. അതെല്ലാം ഇന്റർവ്യൂകളിൽ ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഉമ്മൻചാണ്ടി പറഞ്ഞതൊക്കെ സത്യമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ആ വിലാപയാത്ര കേരളം എനിക്കൊന്നും ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അത്രയും തിരക്കായിരുന്നു ആ ഒരു വിലാപയാത്രയ്ക്ക് കിട്ടിയത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി ആരായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായത്. ഇനിയിപ്പോ ചേട്ടൻ പറഞ്ഞതുപോലെ ഇപ്പോ ഉമ്മൻചാണ്ടിയുടെ പാത പിന്തുടരുന്ന ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. സോഷ്യൽ മീഡിയയിൽ പറയുന്നത് മനഃപൂർവ്വമായി അത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ്. അതിൽ 3 പേര് എന്ന് പറയുന്നത്, ഒന്ന് ചാണ്ടി ഉമ്മനാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ്. സ്വാഭാവികമായും പല കാര്യങ്ങളും ഒരുപോലെ ആയിരിക്കും. കാര്യം അച്ഛനും മകനും ആകുമ്പോൾ സാമ്യം ഉണ്ടാകുക സ്വാഭാവികമാണ്. പിന്നെ പറയുന്ന ഒരാള് ഷാഫി പറമ്പിലാണ്. കാര്യം ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഒരു ക്രൗഡ് പുള്ളർ ആയിട്ടുള്ള നേതാവാണ്. എവിടെ ഉമ്മൻചാണ്ടി ഉണ്ട്, ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി മാത്രം ജനങ്ങൾ വരുന്നൊരു സാഹചര്യം, അല്ലെങ്കിൽ അത് അദ്ദേഹം മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് തന്നെ ഉമ്മൻചാണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ കാണാനെത്തുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ടായിരുന്നു. അതുപോലെയാണ് ഷാഫി പറമ്പിൽ. ഷാഫിക്ക് വേറൊരു കാര്യമുണ്ട്. ഷാഫിയുടേത് ഉമ്മൻചാണ്ടിയുടെ ശൈലി അതേപോലെ സ്വീകരിക്കില്ല. ഉമ്മൻചാണ്ടി ക്രൗഡ് പുള്ളർ ആണെന്നുള്ളൂ, ഷാഫി ക്രൗഡ് പുള്ളർ ആണ്. അത് വേറൊരു രീതിയായിരുന്നു ഷാഫിയുടെ എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ലേ? ആണ്, ഷാഫിയുടെ രീതി എന്ന് പറയുന്നത് ജെൻസികളെ ഒപ്പം കൂട്ടി അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു മോഡേൺ രീതി ആണെന്ന് പറയുമ്പോൾ പോലും ഷാഫി നമുക്ക് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എങ്ങനെയാണ് ജനങ്ങളോട് അടുത്ത് ഇടപെട്ടിരുന്നത് അതേ ഒരു രീതിയാണ്. എല്ലാവരെയും പരിഗണിക്കുന്ന, എല്ലാവരെയും ചേർത്ത് നിന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എല്ലാ നേതാക്കളും പറയുന്ന, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ ജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന മറ്റൊരു നേതാവ് നിലവിലില്ല എന്നാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഷാഫിയും അതുപോലെയാണ്. എല്ലാവരെയും ഉമ്മൻചാണ്ടി നമുക്കറിയാം തിരക്കിനിടയിൽ പോലും പറയുന്നത്, അല്ലെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും തനിക്ക് കൈ തരാൻ നിൽക്കുന്ന ഒരാളെ കണ്ടാൽ തിരികെ മടങ്ങിപ്പോയി കൈ കൊടുക്കുമെന്ന്. അതേ രീതിയാണ് ഷാഫി പറമ്പിലും. അതുകൊണ്ടാണ് ഷാഫിയാണോ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്നൊരു ചോദ്യമുണ്ട്. പിന്നെയുള്ളത് PC വിഷ്ണുനാഥാണ്. ഇപ്പൊ ഏറ്റവും വൈറലായിക്കൊണ്ടിരിക്കുന്നത് PC വിഷ്ണുനാഥിന്റെ ഒരു വീഡിയോ ആണ്. എനിക്ക് തോന്നുന്നത് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ PC വിഷ്ണുനാഥ് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്താണെന്ന് തോന്നുന്നില്ല. അദ്ദേഹത്തിന്റെ ഖത്തർ ഇപ്പൊ മന്ത്രിയാണ് PC വിഷ്ണുനാഥ്. അദ്ദേഹത്തിന്റെ ഷർട്ടിൽ ചെറിയൊരു, അത് പൂർണ്ണമായി കീറിയെന്ന് പറയാൻ കഴിയില്ല, പിഞ്ചു പോയൊരു ഭാഗം ആരോ ഒരാൾ PC വിഷ്ണുനാഥ് സംസാരിക്കുമ്പോൾ അത് വീഡിയോ പകർത്തി, പണ്ട് ഇതുപോലെ ഒരു രാഷ്ട്രീയക്കാരൻ ഉണ്ടായിരുന്നു, അത് ഉമ്മൻചാണ്ടിയാണ്. നമുക്കറിയാം തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുൻപുമൊക്കെ PC വിഷ്ണുനാഥൻ ഇതുപോലെ ഉമ്മൻചാണ്ടിക്കൊപ്പം ചേർത്ത് വെച്ച് ഒരുപാട് പേർ പറയാറുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയാണ് എന്നുള്ള രീതിക്ക് പറയാറുണ്ടായിരുന്നു. ഈ PC വിഷ്ണുനാഥ് മന്ത്രിയായ ശേഷം ഒരു മിതത്വം വന്നതും ആ പെരുമാറ്റത്തിലൊക്കെ ഒരു മാറ്റമുണ്ട്, ഒരു പക്വത വന്ന രീതിയിലും, പിന്നെ കാണുമ്പോൾ തന്നെ ആളുടെ ഒരു മാറ്റം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതാണ്. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്, ഇപ്പോൾ നിലവിൽ മന്ത്രിയാണ്, മുൻപ് മന്ത്രിയായിരുന്നില്ല, പ്രതിപക്ഷത്തായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പോലും PC വിഷ്ണുനാഥ് വേദികൾ, ഇപ്പൊ സ്കൂളിലൊക്കെ ചെന്നാൽ നമുക്കറിയാം പാട്ടുപാടി വിദ്യാർത്ഥികളെ കയ്യിലെടുക്കുന്ന രീതി, സഭയ്ക്കകത്ത് പോലും സ്വർണം കെട്ടത് ആരപ്പ അത്തരം പാട്ടുപാടി എവിടെ, അല്ലെങ്കിൽ നന്നായി പാടുന്ന ആളാണ് PC വിഷ്ണുനാഥ്. അപ്പൊ പാട്ടുപാടി ആളുകളെ ഒപ്പം കൂട്ടുന്ന ഒരു രീതി PC വിഷ്ണുനാഥ് ഉണ്ട്. ഇനിയിപ്പോ ചാണ്ടിയുമ്മനെ മാറ്റി നിർത്തിയാൽ ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥിനെ എടുത്താൽ ഇവരെ രണ്ടുപേരെയും കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്ന ആളെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഇവരുടെ രണ്ടുപേരുടെയും ഗുരു എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. ഇപ്പൊ സ്വാഭാവികം, അല്ലെങ്കിൽ പല ഇന്റർവ്യൂകൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഷാഫി പറമ്പിലിനോട് വടകര വിജയിച്ചപ്പോൾ ചോദിച്ചു, ഇപ്പൊ ആരെയാണ് മിസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കണം, അപ്പൊ പറഞ്ഞു
ഞാൻ ആഗ്രഹിച്ചത് ഇതൊന്നും കാണാൻ ഉമ്മൻചാണ്ടി സാർ ഇല്ലാതെ പോയല്ലോ എന്നതാണ് എന്റെ ഏറ്റവും വലിയ വിഷമം. ഒരുപക്ഷെ അദ്ദേഹം എന്താണ് കൈയടിക്കില്ലായിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ചിരിയിലുണ്ടായിരുന്നു എല്ലാം എന്ന് പറയുന്നു. അതുപോലെ തന്റെ ഓരോ വിജയത്തിലും ഉമ്മൻചാണ്ടി സാർ, ഇവരെയൊക്കെ കേരള അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും ഇന്ന് ഈ പറയുന്ന PC വിഷ്ണുനാഥ് മന്ത്രിയായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊക്കെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യനാണ്. കാരണം ചിലപ്പോ പല ആളുകളെയും ഇതുപോലെ അവസരങ്ങൾ കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പൊ ഇവരെയൊക്കെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. അതുകൊണ്ട് ആ ശൈലി പിന്തുടരുന്നു എന്നൊരു അഭിപ്രായം എനിക്കില്ല. പക്ഷെ പല നല്ല കാര്യങ്ങൾ, അതിപ്പോ ഏതൊരാളുടെ, ഇപ്പൊ പിണറായി വിജയന് നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എങ്കിൽ അത് ആ പാർട്ടിയിൽ അല്ലെങ്കിൽ ആ മുന്നണിയിലെ ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ അത് അനുകരിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. മോശം കാര്യങ്ങൾ മാത്രം അനുകരിക്കാൻ പാടില്ല. നല്ല കാര്യങ്ങൾ അനുകരിച്ചാൽ നമ്മൾ അതിനെ അംഗീകരിക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷെ ആരാണ് പിൻഗാമി എന്നൊരു ചോദ്യം ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. അത് പക്ഷെ ഒരു പക്ഷെ പറയുകയാണെങ്കിൽ ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി ജനകീയനായിട്ടുണ്ടെന്ന് തോന്നുന്നു. കഴിഞ്ഞ ഇലക്ഷനോടുകൂടി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഒരുപാട് കാര്യങ്ങൾ, അതായത് തെരഞ്ഞെടുപ്പ് വേണ്ടിയിട്ട് ഫ്ലെക്സുകൾ ഒഴിവാക്കുന്നു, അതായത് ചെലവുകൾ ഒഴിവാക്കി അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മാറ്റിവെക്കുന്നു, അതിനു വേണ്ടിയിട്ട് വീടുകൾ നിർമ്മിക്കാൻ കൊടുക്കുന്നു, പിന്നെ അതുകൂടാതെ എന്താണ് പ്രചരണം സൈക്കിളിൽ നടത്തുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. അതുകൊണ്ട് മാത്രമല്ല, അതുകൊണ്ട് തന്നെ അവിടെ മണ്ഡലത്തിൽ മികച്ചൊരു വിജയം നേടാൻ പുള്ളിക്കാരന് അല്ല, ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി മരിച്ച സമയത്തൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ പോലെ ആകാൻ വേണ്ടി തല ചീകാതെ നടക്കുന്നു, പഴയ ഷർട്ട് എടുത്തിടുന്നു. ഉമ്മൻചാണ്ടി ഇരിക്കുന്ന അന്ന് ചാണ്ടിയമ്മൻ പള്ളിയിൽ, പുതുപ്പള്ളിയിലാണെന്ന് തോന്നുന്നു, പള്ളിയുടെ ഫ്രണ്ടിൽ ഇരുന്ന് ഉമ്മൻചാണ്ടി ഇരുന്ന് അതേ പോസിൽ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. ഇപ്പൊ അച്ഛനെ പോലെ മക്കൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് വിമർശിക്കാൻ കഴിയില്ലല്ലോ. സാധാരണ വിമർശനം ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ ആവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിൽ നിന്നൊക്കെ ഒരുപാട് പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ശൈലിയല്ല ചാണ്ടി ഉമ്മന്റെ എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ജനപിന്തുണ അല്ലെങ്കിൽ ജനങ്ങളുമായി അടുപ്പമുണ്ട്, ഇതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടിയുടെ ഒരു ലൈനാണ് ചാണ്ടി ഉമ്മന്റെ എന്ന് എനിക്കൊരു അഭിപ്രായമില്ല. കാര്യം ചേട്ടൻ പറഞ്ഞതുപോലെ സൈക്കിളിലാണ് ചാണ്ടിയുടെ പ്രചരണം, ഓടിയുള്ള പ്രചരണമാണ്. പിന്നെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് പുതുപ്പള്ളിയിൽ മാത്രം ഒരിക്കലും ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു. എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളിയിൽ എത്തും. പുതുപ്പള്ളിക്കാർക്ക് ഉമ്മൻചാണ്ടിയെ അറിയാം. അതുകൊണ്ട് തന്നെ പുതുപ്പള്ളിയിൽ നിൽക്കണമെന്ന് ഉമ്മൻചാണ്ടിക്ക് നിർബന്ധം ഉണ്ടായിരുന്നില്ല എന്നല്ല, എല്ലായിടത്തും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ചാണ്ടിയമ്മൻ നേരെ മറിച്ചാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും പുതുപ്പള്ളി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന ഒരു രീതിയാണ്. അപ്പൊ അച്ഛനെ പോലെ മക്കളാകരുത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച നടക്കുന്നത് ആരാണ് ഉമ്മൻചാണ്ടിയുടെ പിൻഗാമി എന്നതാണ്. അപ്പം അത്തരത്തിലൊരു പിൻഗാമിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടി ഒരു വിജയിച്ച രാഷ്ട്രീയക്കാരനായതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയ അടക്കം ആരായിരിക്കും അടുത്ത പിൻഗാമി എന്നുള്ളത്. ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ഒന്നിൽ കൂടുതൽ, ഉമ്മൻചാണ്ടി ചെയ്ത നല്ല കാര്യങ്ങൾ അനുകരിക്കാനാണെങ്കിൽ ഒന്നിൽ കൂടുതൽ പിൻഗാമികൾ ഉണ്ടാവുക തന്നെ വേണം. അതിൽ വേറൊരു കാര്യം വരുന്നത്, ഇപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന VD സതീശൻ മുഖ്യമന്ത്രി, VD സതീശനും ഭയങ്കര ജനപിന്തുണ നേടുകയുണ്ട്. ഒരുപാട് പേര് VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയാണെന്നൊക്കെ നിരവധി ജനങ്ങൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു. ജനങ്ങളുടെ എല്ലാവരും ആവശ്യപ്പെട്ടായിരുന്നു VD തന്നെ മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ ഒരു രീതി, ഇപ്പൊ VD സതീശന് ഒരു പ്രത്യേക ശൈലിയുണ്ട്. അതായത് എന്ത് കാര്യത്തിലാണെങ്കിലും പറയുമ്പോൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ എടുത്തെടുത്ത് പറയുക, ഏത് കാര്യത്തിലാണ് പറയരുതാത്ത സമയത്ത് പറയാതിരിക്കുക, പറയേണ്ട സമയത്ത് പറയുക, കൃത്യമായിട്ട് പറയുക. അതായത് പ്രതിപക്ഷം എന്ത് ആരോപണമാണോ കൊടുക്കുന്നത് അതിനുള്ള വ്യക്തമായ മറുപടി കൊടുക്കുന്ന ഒരു ശൈലി. അപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ശൈലി അല്ലെങ്കിൽ കൂടി VD സതീശനും ഒരു പ്രത്യേക ജനങ്ങളുടെ പിന്തുണ നേടി വരുന്നുണ്ടല്ലോ. നിലവിലെ സാഹചര്യത്തിൽ VD സതീശനും ജനപിന്തുണയുണ്ട്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ കാര്യങ്ങളൊക്കെ സഭയിൽ പഠിച്ചവതരിപ്പിക്കുന്നതൊക്കെ കൊണ്ട് തന്നെ ജനങ്ങൾക്കൊരു വിശ്വാസമാണ്. എന്തെങ്കിലുമൊക്കെ പറയുകയല്ല, പറയുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ VD സതീശന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എത്രത്തോളം ജനപിന്തുണ ഉണ്ട് എന്ന് നമുക്കറിയില്ല. കാര്യം അധികാരത്തിലേറിട്ട് 1 മാസം പോലും ആയിട്ടില്ല. മുഖ്യമന്ത്രിയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ ജനപിന്തുണയുണ്ട്. ഒരു 3 വർഷം അല്ലെങ്കിൽ 2-2.5 വർഷം ആകുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം. ആദ്യം പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടിക്ക് ഇത്രയും ജനപിന്തുണയുണ്ട് എന്ന് കേരളം പറഞ്ഞത് ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ ജനസമ്പർക്ക പരിപാടിയാകട്ടെ, അല്ലെങ്കിൽ കേരളത്തിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും എടുത്തു പറയുന്ന വികസന പദ്ധതികളിലൊക്കെ ഉമ്മൻചാണ്ടിയുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുത് തന്നെയാണ്. അപ്പൊ അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നല്ല പദ്ധതികളൊക്കെ കൊണ്ടുവരികയും നന്നായി പോവുകയും ചെയ്യുകയാണെങ്കിൽ, പിന്നെ VD സതീശന്റെ രീതി എന്ന് പറയുന്നത് മാധ്യമങ്ങളോട് ചില സമയത്ത് തട്ടിക്കേറേണ്ട സമയത്ത് തട്ടിക്കേറി തന്നെ സംസാരിക്കുന്ന രീതിയാണ്. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ രീതി അങ്ങനെയല്ല. ഇനിയിപ്പോ എത്ര ദേഷ്യം പിടിപ്പിച്ചാലും അല്ലെങ്കിൽ എത്ര കുഴപ്പിക്കുന്ന ചോദ്യം ചോദിച്ചാലും ചിരിച്ചുകൊണ്ട് പറയാം. ഉമ്മൻചാണ്ടി തന്നെ കണ്ണൂർ വെച്ച് ഒരു ആക്രമണം ഉണ്ടായപ്പോഴും നെറ്റി പൊട്ടിയപ്പോഴും പുള്ളി എടുത്തൊരു നിലപാട് ഒന്ന് ശ്രദ്ധപ്പെട്ടല്ലേ? അത് തന്നെ, ഉമ്മൻചാണ്ടി തന്നെ ഒരു പ്രാവശ്യം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പലരും പറയുന്ന രീതി രണ്ടായിരിക്കും, ഇറങ്ങിപ്പോടാ എന്ന് പറയുന്നതിന് പകരം ഞാൻ പറയും നിങ്ങളൊന്ന് മാറി നിൽക്കൂ എന്ന് പറയും. അതുപോലെ ഓരോ മനുഷ്യരും സംസാരിക്കുന്ന രീതിയും ശൈലിയും വ്യത്യാസമാണ്. എല്ലാവർക്കും ഒരിക്കലും ഉമ്മൻചാണ്ടി ആകാൻ കഴിയില്ല, എല്ലാവർക്കും VD സതീശനാകാൻ കഴിയില്ല, എല്ലാവർക്കും പിണറായി വിജയനും ആകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ആരനുകരിച്ചാലും അത് അംഗീകരിക്കുക തന്നെ വേണം.